ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ തന്നെ ഗ്യാസ് തീർന്നു. അപ്പോൾ ചേട്ടൻ ഗ്യാസ് എടുക്കാനായിട്ട് പോയിരിക്കുവാണ്. എൻ്റെ വീട്ടിൽ ഗ്യാസ് ഉണ്ട്, അപ്പോൾ അവിടുന്ന് എടുക്കാനായിട്ട് പോയിരിക്കുവാണ്. പിന്നെ ഇൻഡക്ഷനിൽ രാവിലെ ചായ മാത്രം തിളപ്പിച്ചു. ചേട്ടനുള്ള ചായയാണ്, ചേട്ടൻ വന്നിട്ട് കുടിക്കും. എന്നത്തെ പോലെയും ഇന്നും നല്ലൊരു ബിസി ഡേ ആണ് കേട്ടോ. ഇന്നും ഡാൻസ് ക്ലാസ് ഉണ്ട്. അതായത് ഇപ്പോൾ മിക്ക ദിവസവും ഡാൻസ് ക്ലാസ് ഉണ്ട്. ഈ ആക്റ്റോ ഒക്കെ പഠിക്കുന്ന പിള്ളേർ വീട്ടിലായാലും അല്ലെങ്കിൽ അവിടെ ക്ലാസ്സിലൊക്കെ ആയാലും വന്ന് പഠിക്കുന്നുണ്ട്. അതാണ് എന്നും ക്ലാസ് വരുന്നത്. പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട്. കാരണം ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ആ ഒരു മൂടൽ മഞ്ഞും നല്ല രസമുണ്ട്. എനിക്കാണെങ്കിൽ രാവിലെ ഉറക്കം എണീക്കാനായിട്ട് നല്ല മടിയുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ പുറത്ത് വന്നിരിക്കുന്നത് എന്തിനെന്നറിയാവോ? ഗ്യാസ് എടുക്കാനായിട്ട് ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡോർ തുറന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റും ടീയും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊരൊറ്റ കിടപ്പുണ്ട്. കിടന്നാൽ പിന്നെ എണീക്കുന്നത് ഒരു 11 മണിയൊക്കെ ആവും. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒന്നും ചെയ്യില്ല. കുഞ്ഞു ആ സമയം ഉറക്കമായിരിക്കും. എനിക്ക് അപ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എണീക്കില്ല. എന്താണ് എൻ്റെ റൊട്ടീൻ. ഇന്നും അങ്ങനെ തന്നെയാണ്. ഗ്യാസ് എടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം കിടക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഒരു കുട്ടി രാവിലെ ഡാൻസിന് വരും. അപ്പോൾ ചേട്ടൻ വരുന്നുണ്ട് ഗ്യാസുമായിട്ട്. ഇന്ന് ചേട്ടൻ 7:30 പോകേണ്ടതാണ്. പക്ഷേ ഇന്ന് 8:30 ഷിഫ്റ്റിനാണ് ചേട്ടൻ പോകുന്നത്. ഹലോ 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 പൊന്നെ, എന്തെങ്കിലും കഴിച്ചാ പുറത്തുനിന്ന്? ചായ കുടിച്ചില്ലേ? ചായയും കാപ്പിയും. കള്ളത്തരം പറയാതെ ചേട്ടാ. ആ നോക്കട്ടെ, ശക്തി ഉണ്ടോ നോക്കട്ടെ. അപ്പം ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ എന്നും ജോലിക്ക് പോകണം. എനിക്കിഷ്ടമല്ല ചേട്ടൻ ജോലിക്ക് പോകുന്നത്. പക്ഷെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ജോലിക്ക് പോകുന്നത്. ജോലി സ്ഥലത്ത് പോയാൽ പിന്നെ എന്നെ വിളിക്കുക പോലുമില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ മറക്കുന്ന ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് മാത്രമാണോ ഈ അനുഭവമെന്ന് ഉറപ്പായിട്ട് പറയണം കേട്ടോ. ഇത് വിളിക്കൂല. ഇപ്പോൾ ഈ പോയാൽ പിന്നെ വിളിക്കൂല. അങ്ങനെ രാവിലെ തന്നെ ചേട്ടൻ ഗ്യാസ് ഊറ്റി ഫിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ രാവിലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാം നമുക്ക്. മുട്ടക്കറിക്ക് ഞാൻ ഇന്നലെ തന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ചമ്മന്തി കറി ഉണ്ടാക്കാനായിരുന്നു ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ തേങ്ങ ചേട്ടൻ മേടിച്ചില്ല. അതുകൊണ്ട് തന്നെ സവാള ഒരുപാടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാൻ അങ്ങനെ കൂടുതൽ മോഡിഫിക്കേഷനൊന്നുമില്ല. കടുക് പൊട്ടിച്ചു, പിന്നെ സവാള ഇട്ടു. ഞാനിത് മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നതാണ്. ആരും വന്നാൽ ഇത് കമൻ്റ് ഒന്നും ഇടരുത്. ഇതില്ല മുട്ടക്കറിയില്ലാതെ അത് ചേർക്കേണ്ടത് എന്നൊന്നും പറയല്ലേ. നന്നായിട്ട് വഴറ്റത്. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം പൊടിയൊക്കെ ഇട്ടെടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഉപ്പും സോഡാപ്പൊടി ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. ഈ സമയം നമുക്ക് മുട്ടയും കൂടെ വേവിക്കാനായിട്ട് വയ്ക്കാം. നാടൻ മുട്ടയാണ്.
ഉപ്പിടുന്നുണ്ട്, അപ്പം തോട് പെട്ടെന്ന് പൊളിഞ്ഞ് വരും. പാൻ എടുത്തിട്ടുണ്ട്, മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാനാണെങ്കിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ദോശ ഉണ്ടാക്കാം. ഇവിടെ ഉള്ളിക്കൂട്ടാൻ ഏകദേശം ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ദോശ ഇതായിക്കൊണ്ടിരിക്കുന്നു. മുട്ടയും ഇതാ തിളച്ച് മറിയുന്നുണ്ട്. പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടിയും കൂടെ ചേർക്കും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കണക്കിനെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ദോശ ആയിട്ടുണ്ട്. ഈ ഒരു ദോശയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മതിയാക്കും. പിന്നെ മുട്ടക്കറി, പിന്നെ മുട്ടയും ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കോവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് കോവയ്ക്ക വേവിക്കാനാണ്. മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോവയ്ക്ക നന്നായിട്ട് വെന്ത് വരാൻ ടൈം എടുക്കും. ഇപ്പോൾ വെച്ചാൽ ശരിയാവും. പിന്നെ ഇനി മീൻ മാത്രം വെച്ചാൽ മതി. ഇന്ന് ഡാൻസ് ക്ലാസ്സൊക്കെ ഉള്ളതിൽ ഇപ്പോൾ പെട്ടെന്ന് ജോലി വരും. ചോറ് കുക്കറിലായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആയിക്കോളും. കറിവേപ്പില എടുത്തിട്ട് വരാം. മുട്ടക്കറിയിലും കറിവേപ്പില ചേർക്കേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് വരാനുള്ള മടി കൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇതേ ഇവിടെ തന്നെ നമുക്ക് കറിവേപ്പുണ്ട്. നല്ലത് നോക്കി 2-3 ലീഫ് അടുത്തെടുക്കാം നമുക്ക്. ഓക്കെ, കടുകിട്ട് കറിവേപ്പിലിട്ട് അതിനുശേഷം ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക സവാള. ഇത് ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ് രാത്രി. അല്ലാതെ ഇന്ന് രാവിലെ എനിക്ക് എന്തായാലും അരിഞ്ഞെടുക്കാൻ പറ്റില്ല, സമയമെടുക്കും. പിന്നെ കുഞ്ഞും കൂടെ കഴിഞ്ഞാൽ പിന്നെ പണി കാണും. എനിക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി നല്ല ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഇത് കഴിച്ചിട്ട് കൂടിയില്ല. ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനും ഇതിൻ്റെ ഒരു ആരാധികയായിട്ട് മാറിയിട്ടുണ്ട്. ഈ സിമ്പിൾ പരിപാടിയാണ്. വേഗം കുറച്ച് സമയമെടുക്കും. പക്ഷേ നമ്മൾ ചെറു തീയിൽ വെച്ച് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയിട്ട് വരച്ച് ചേർക്കാം. അതുപോലെ ടേസ്റ്റാണ്. ചിലർ തോരനും വെക്കും, ഞാൻ ചെറുക്കാൻ വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ദോശ, മുട്ടക്കറി. ചേട്ടൻ കഴിക്കാൻ തുടങ്ങി. മറ്റേത് കോവയ്ക്ക. അത് നേരെ നോക്ക് കരിക്കാതെ. എനിക്ക് ഇഷ്ടമായിട്ട് കോവയ്ക്കൊക്കെ മേടിച്ചത്. പക്ഷെ അതിൽ മിക്കതും ഞാൻ മേടിക്കത്തേ ഇല്ല. മിക്കതും നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു, കുറേ അങ്ങനെ പാഴായി. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ചേട്ടനെ പോകാനുള്ള പരിപാടീസൊക്കെ നോക്കണം. അപ്പം നമ്മുടെ വാവ ഇവിടെ എണീറ്റ് കിടപ്പുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇനി വാവയ്ക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. അപ്പം കാണാം. അപ്പം ഇനി കുറച്ച് നേരം ഉറങ്ങണമെന്നൊക്കെ ഉണ്ട്. പിടിച്ച് പെണ്ണി പെണ്ണി ടാറ്റ ടാറ്റ. അങ്ങോട്ട് തിരിച്ച് കാണേത്. ടാറ്റ ടാറ്റ. പിടിച്ച് പിടിച്ച് പെണ്ണെ പിടിച്ച് പെണ്ണെ. നോക്കണേ അച്ഛനെ നോക്ക് മക്കളെ. ടാറ്റ. എന്താ എന്താ നമ്മൾ
നിന്റെ ബന്ധമുണ്ടോ? അങ്ങനെ ചേട്ടൻ പോയി കേട്ടോ ജോലിക്ക്. അങ്ങനെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഇനി നമുക്ക് മീൻ വെക്കണം, പിന്നെ ബാക്കി ജോലികൾ, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, കുറുക്ക് ഉണ്ടാക്കുക, അതൊക്കെ തന്നെയാണ് ഇനിയുള്ള ജോലി. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഇനി അരി കഴുകണം. അരി ഞാൻ സീവോ അരിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അരി കഴുകി നമുക്കിടാം. രണ്ട് ചെറിയ ഗ്ലാസ് അരിയാണ് ഞാനെന്നും ഇടുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ തൊട്ടുള്ള പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പാത്രമൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി ഒതുക്കി. അപ്പോൾ കഴുകുന്നതിനിടയ്ക്ക് ഒരു ഗ്ലാസ് പൊട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. പാത്രം കഴുകുന്നതൊരു വലിയൊരു ജോലിയാണ്. പാത്രം കഴുകാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കിയപ്പോഴത്തേക്കും ചോറും ആയിട്ടുണ്ടായിരുന്നു. ഇനി അത് വടിച്ച് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കളയാനായിട്ട്. ഇന്നലത്തതും പിന്നെ വാവയുടെ സ്നഗ്ഗിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് കളയുകയാണ്. ഞാൻ വേസ്റ്റൊക്കെ കളയുന്നത് അപ്പുറത്ത് നമ്മുടെ പറമ്പ് തന്നെയാണ്, അവിടെ കളയും ഞാൻ. പിന്നീട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ അതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വേസ്റ്റ് കൊണ്ട് തട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കാണത്തില്ലേ, അതുകൊണ്ട് അപ്പോഴപ്പോഴന്നെ ഞാൻ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് പാത്രവും നന്നായിട്ട് കഴുകി വയ്ക്കും. അപ്പോഴത്തേക്കും ആ ജോലി അങ്ങ് കഴിയും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പകുതി ഒരു ജോലി തീർന്നതുപോലെ തോന്നി. അപ്പോഴേക്കും എനിക്ക് മീഷോയിൽ നിന്ന് ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അങ്ങനെ കൊറിയർ വാങ്ങാനായിട്ട് ഞാൻ പോയി. ഇത് എൻ്റെ ചേച്ചിക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഒരു നൈറ്റ് വിയറാണ്, അടിപൊളിയാണ് ക്വാളിറ്റി. ഇതെൻ്റെ സിസ്റ്ററിന് വാങ്ങിയ ഒരു ഉടുപ്പാണ്, അതുകൊണ്ട് ഞാനിത് പൊട്ടിക്കുന്നില്ല. അപ്പോൾ അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി തീർന്നു. അത്രയും ചെയ്തപ്പോൾ തന്നെ ഒരു വലിയൊരു ആശ്വാസം കേട്ടോ. പിന്നെ ചോറും ഇതാ കുക്കറിലായിട്ടുണ്ട്, ഇനി വടിച്ച് വെച്ചാൽ മതി. പക്ഷേ ഇനി മീൻ വെക്കണം. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി പകുതി തീർന്നു കിച്ചണിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കിച്ചണിലെ ഫ്ലോർ മാത്രം ഒന്ന് തൂത്തിടുകയായിരുന്നു. വീടൊന്നും ഇന്ന് തൂത്തില്ല, കാരണം അവിടെയൊന്നും അങ്ങനെ അധികം ചവറൊന്നും ഇല്ലായിരുന്നു. കിച്ചണാണെങ്കിൽ നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഏരിയയല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല വേസ്റ്റൊക്കെ വന്ന് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏകദേശം ജോലിയൊക്കെ ഒരുങ്ങിയ സമയത്ത് ഞാൻ കിച്ചണിലെ ആ ഫ്ലോർ മാത്രം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുകയായിരുന്നു. അതിനുശേഷം ഇനി നമുക്ക് മീനും കൂടെ വെക്കാനുണ്ട് കേട്ടോ. ഇവിടെ മീൻ കറി വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്ക് എന്തായാലും മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ മീൻ കറി വയ്ക്കാൻ വലിയ എക്സ്പെർട്ടൊന്നുമില്ല. ഞാൻ തേങ്ങ അരച്ചാണ് മീൻ കറി വയ്ക്കുന്നത്. പക്ഷേ ഇന്ന് തേങ്ങയില്ല. ഇവിടെ എല്ലാവരും തേങ്ങ അരച്ചാണ് മീൻ കറി വയ്ക്കാറ്. പക്ഷേ ഇവിടെ ചേട്ടനാണെങ്കിൽ ആലപ്പുഴക്കാരനായതുകൊണ്ട് അവിടുത്തെ സ്റ്റൈലിൽ ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ വയ്ക്കുന്നതാണ്. അങ്ങനെ കുറച്ചൊക്കെ എനിക്കറിയാം വയ്ക്കാനായിട്ട്. പിന്നെ ഇന്ന് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ. കടുക് മുഴുവൻ ഇട്ടു, ചെറിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുടംപുളിയും ഇട്ട്, പിന്നെ അതിനുശേഷം പൊടി ഇളക്കിയിട്ട്, പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് മീൻ കൊണ്ടെടുക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ലാസ്റ്റ് മീൻ ആക്കുമ്പോഴത്തേക്കും കാണിച്ചു കഴിഞ്ഞു. കുടംപുളി ഇടുന്നുണ്ട്.
ഇത് ഭാവയ്ക്കുള്ള കുറുക്കാണ്. അപ്പം നമുക്ക് ഇതും കൂടെ ആക്കി വെച്ചാൽ അവൾ എണീക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. കൂവരകാണേ, കൂവരക്ക് ഞാൻ ഒരു 2 പ്രാവശ്യം അരിച്ചെടുക്കും. കാരണം അതിൻ്റെ തവിട് നല്ലതെന്നാണ് ഇപ്പം പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ അരിച്ചെടുക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ തവിട് വയറിളകുമെന്നോ വയറടിക്കുമെന്നോ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ തവിട് നല്ലതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അരിക്കില്ല, 1 തവണ അല്ലെങ്കിൽ 2 തവണ അരിച്ച് കുറച്ച് തവിടോടുകൂടി കൊടുക്കും. ഇതിൽ കർക്കണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, പനം കർക്കണ്ട്. പനം കർക്കണ്ടാണ് ഇതിൽ കിടക്കുന്നത്, ചെറുതായിട്ട് കാണാം. അതൊക്കെ മെൽറ്റാവും. അപ്പോൾ എന്തായാലും കുറുക്കാവട്ടെ. ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കുമായിരിക്കും. പിന്നെ ഫ്രഷ് ആവണം, ഞാൻ ഫ്രഷ് ആവണം, ബാവ ഫ്രഷ് ആവണം, പിന്നെ ചോറ് കഴിക്കണം. അതിനുശേഷം ഡാൻസ് പഠിപ്പിക്കാൻ പോകണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കിച്ചൺ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കുളിക്കണം, കുളിച്ചിട്ട് വാവയും കുളിപ്പിക്കണം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ ഉറക്കം നടന്നില്ല, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡാൻസ് 2:30-ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചുമ്മാ കിടന്നതാണ്, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. 1 മണിക്കൂർ എന്തോ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. കിടന്നാൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാടി എണീക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ വാവയ്ക്ക് കുറുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറുക്ക് കൊടുക്കാൻ വേണ്ടി വാവയെ എണീപ്പിച്ചു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിരിക്കുവാണ്. പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് വാവയെ കൂടെ കുളിപ്പിക്കണം, കുളിപ്പിച്ചിട്ടാണ് എനിക്ക് കൊണ്ടുപോകാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവൾ നല്ല രീതിയിൽ വേർക്കുന്ന ഒരു ശരീരം കൂടെയാണ്. അതുകൊണ്ട് ഞാൻ കുറുക്ക് കൊടുത്തിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവളാണെങ്കിൽ 2-3 സ്പൂണ് കുടിച്ചിട്ട് പിന്നെ വാങ്ങുന്നുണ്ടായിരുന്നില്ല. വേണ്ടേ മക്കളെ കുറുക്ക്? പിന്നെ ഡാൻസിന് പോകാം, കുളിക്കാം. അപ്പോൾ ഇനി വാവയെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ്. തലമുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ചു. അപ്പോൾ ഇനി കുളിച്ചിട്ട് കാണാം. ഇത് കുളിപ്പിക്കാനുള്ള വെള്ളമാണ് വാവയെ. ചെറുതായിട്ട് ചൂടാക്കിയാണ് ഞാൻ കുളിപ്പിക്കുന്നത്. ചെറിയ ചൂട്, ഒരുപാട് ചൂടാക്കില്ല, ഒരു കയ്യനത്തിൽ ചൂടാക്കിയിട്ട്. തെയ്യ തെയ്യ തെയ്, തെയ്യ തെയ്യ തെയ്, തെയ്യ തെയ്യ തെയ്, തെയ്യ തെയ്യ തെയ്, തെയ്യ തെയ്യ തെയ്. ശരണിരുന്നളി. തെയ്യ തെയ്യ തെയ്, തെയ്യ തെയ്യ തെയ്, തെയ്യ 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 തെയ്, തെയ്യ തെയ്യ തെയ്, തദ്ദി ഇന്നത്തോ. പുറത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടും ഇന്ന് നല്ല കുറവായിരുന്നു കേട്ടോ. എനിക്ക് കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല. പെട്ടെന്ന് വീട്ടിൽ വന്ന കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിച്ച് വിട്ടതിന് ശേഷം ഇവിടെ വരാനായിട്ട് ടൈമായി. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. ഹായ്. അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:30 പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചില്ല. കാരണം വീട്ടിൽ ഡാൻസ് പഠിക്കാനായിട്ട് 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരക്കായിരുന്നു. പിന്നെ നേരെ ഇവിടെ വന്നു. ഇനി നേരെ വീട്ടിലായിരിക്കും. വാവ അപ്പുറത്ത് അണ്ണൻ്റെ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. 4:30 ആയപ്പോൾ ഡാൻസ് ക്ലാസ് തീർന്നു. ഇനി എനിക്ക് വാവയും വിളിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. ഞാൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഇറങ്ങും. അവൾ ഇറങ്ങിയ മാർട്ടിൻ? ഇവിടെ ഇതാ ഒരു കുട കിടക്കണ വലുത്, അത് ഒരു പിടിയുള്ള. ഞാൻ നടന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തിരിച്ച് അമ്മ പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവും. ഹലോ. അപ്പം ഞാൻ ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. ഡാൻസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുറ്റം കൂടെ തൂക്കുമായിരുന്നു. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പോൾ ചെടിക്ക് എന്തായാലും മഴ പെയ്തതുകൊണ്ട് വെള്ളം ആയിട്ടുണ്ട്. ഇന്ന് മുറ്റം അപ്പോൾ എന്തായാലും തൂക്കുന്നില്ല. അപ്പോൾ വാവ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും വിശക്കുന്നു, എന്തായാലും കഴിക്കട്ടെ. ഇപ്പം ഞാൻ ചോറ് കഴിക്കുകയാണ്. ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി, അയല മീൻ കറി, പിന്നെ ഇഞ്ചി അച്ചാർ. ഇഞ്ചി അച്ചാർ ചേട്ടൻ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതാണേ. കൊള്ളാം, അടിപൊളിയാണ്.
ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഫ്രഷ് ആവണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ സമയം ഒട്ടും കിട്ടിയില്ല. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം മിക്ക ദിവസവും ഡാൻസ് ക്ലാസ് ഉണ്ട്, ഡാൻസിൻ്റെ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ട്, ഇനി വേറെ പരിപാടീസൊന്നുമില്ല. ഇന്ന് നല്ല ടയേർഡായി. അപ്പോൾ എന്തായാലും ഇനി കിടന്നുറങ്ങും. ഫുഡ് ഇനി കഴിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്ന് ബാക്കി വീട് തൂക്കലും ഒതുക്കലും ഒന്നും നടന്നില്ല. അത് ഇപ്പോൾ ഞാൻ എന്നും ചെയ്യാറില്ല, അത് ഡെയിലി ഉള്ള ഒരു പരിപാടിയല്ല. കാരണം കുഞ്ഞിപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ അതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നാളത്തെ മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞു വെച്ചു. സവാള അരിഞ്ഞ് കരഞ്ഞതാണ് ഈ കാണുന്നത്. എനിക്ക് നല്ല കണ്ണീര് വരും സവാള അരിയുമ്പോൾ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ വാവ കരച്ചിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സവാളയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അപ്പം ഫ്രിഡ്ജിൽ നാളത്തെ സവാള വയ്ക്കാം. ഓക്കെ, അപ്പം ഇന്നിനി പണികളൊന്നും. ബോട്ടിലിൽ വെള്ളം എടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ ഈ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് വെള്ളം കുടിക്കാൻ. ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ബോട്ടിൽ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ സ്ട്രോ ഇട്ടും കുടിക്കാം, അല്ലാതെയും കുടിക്കാം. ഞാൻ സ്ട്രോ യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്ന് ഇവൾ മാത്രമേ ഉള്ളൂ. അവൻ ഇന്നലെ പോയതാണ്, ഇന്ന് വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ മോൾ ഇവിടെ ഉണ്ട്. മോളാണെങ്കിൽ ഭയങ്കര കരച്ചിലാണിപ്പോൾ. അവൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എപ്പോഴും ആരെങ്കിലും എടുക്കണം, പിന്നെ ആരെങ്കിലും കൂടെ വേണം. ആ ഒരു രീതിയാണ് ഇപ്പോൾ മോള്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. വേറൊന്നും പ്രത്യേകിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ നല്ല തിരക്കായിപ്പോയി. എന്ന് വെച്ചാൽ ഡാൻസ് പഠിക്കാനായിട്ട് പിള്ളേർ വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായി. ഫുഡ് കഴിക്കാനും പറ്റിയില്ല, അതുപോലെ തന്നെ പിന്നീടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവളെ കുളിപ്പിക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് ഇവൾക്ക് ഡ്രസ്സ് വിട്ട്, പിന്നെ ആ കുട്ടികളുടെ പാരൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയാമെന്നുള്ള ഒരു ആൻറ്റിയാണ്. അപ്പോൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ ഞാൻ വിട്ടുപോയി വീഡിയോ എടുക്കാൻ. പിന്നെ അവരുടെ കൂടെ തന്നെ ഞാൻ നടന്നങ്ങോട്ട് റോഡിലോട്ട് പോവുകയായിരുന്നു, ഡാൻസ് ക്ലാസ്സിലോട്ട്. പിന്നെ അതിനുശേഷം ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തു, പിന്നെ കുളിച്ചു, ഇതൊക്കെ തന്നെ. പിന്നെ ചായ കുടിച്ചായിരുന്നു. ചായ അവിടെ നിന്നും കുടിച്ചു, അണ്ണൻ്റെ വീട്ടിൽ നിന്നും കുടിച്ചു, പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഇട്ട് കുടിച്ചായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബായ്.